എക്സാലോജിക്കിനെതിരായ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനെതിരെ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണ്. നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപഹർജി. ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഏത് സാഹചര്യത്തിലാണ് ഈ ഉപഹർജിയിലെ പരാമർശങ്ങളും ഏത് വിധേയനെയാണ്? സുരേഷ്, ഈ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി, അങ്ങനെ മറ്റു പല രാഷ്ട്രീയ നേതാക്കൾ, ഇവർക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ മുൻപാകെ കഴിഞ്ഞ തവണ മറുപടി അറിയിച്ചത് നിലവിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം തുടരുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിന്റെ പകർപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഈ ഹർജി മാറ്റിവെച്ചിരിക്കുന്നത്. അതിനിടയിൽ തന്നെയാണ് ഉപഹർജി കൂടി ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ നിലവിൽ നടക്കുന്ന അന്വേഷണം പ്രതികളെ സംരക്ഷിക്കുവാൻ തക്കതാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം റദ്ദാക്കണം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതി പുറപ്പെടുവിക്കണം എന്നിങ്ങനെയാണ് ഈ ഉപഹർജിയിൽ നൽകിയിട്ടുള്ള ആവശ്യങ്ങൾ. ഒപ്പം തന്നെ നിലവിൽ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിലുള്ള ആരോപണങ്ങൾ ഗൗരവ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേറ്റ് മന്ത്രാലയം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ കൂടുതൽ വസ്തുതകൾ പുറത്തുവരാത്തൊരു സാഹചര്യമുണ്ട്. കമ്പനി നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത്തരമൊരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഈ CBIയുടെ അല്ലെങ്കിൽ EDയുടെ എന്നിവയ്ക്കും അന്വേഷണ ഏജൻസികൾക്കും ഈ അന്വേഷണത്തിൽ കേസെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ഉപഹർജിയിൽ ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ ഈ 2017 മുതൽ വലിയ രീതിയിൽ ആദായ നികുതി കുടിശ്ശിക, ഒപ്പം തന്നെ എക്സലോജിക്ക് സേവനം നൽകാതെ പ്രതിഫലം കൈപ്പറ്റി എന്നുള്ളത് അടക്കമുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പ്രാഥമിക അന്വേഷണത്തിൽ അല്ലെങ്കിൽ ROCയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ അടക്കം ഈ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ ലംഘനവും ഒപ്പം തന്നെ അഴിമതി നിരോധന നിയമത്തിന്റെ ലംഘനവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് CBIയുടെയും EDയുടെയും അന്വേഷണം ആകാമെന്നുള്ളൊരു ശുപാർശ കൂടി ROC പുറത്തുവിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഈ ROCയുടെ നിലവിൽ ഉന്നതതല അന്വേഷണം നടക്കുന്നത് അത് ശരിയായ ദിശയിലല്ല, അതിൽ കൂടുതൽ വസ്തുതകൾ പുറത്തു വരില്ല എന്നുള്ള ഒരു ആക്ഷേപം ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഉപഹർജി ഈ നേരത്തെയുള്ള ഹർജിയോടൊപ്പം തന്നെയായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക. അതിനുശേഷം ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ നിലവിലുള്ള അന്വേഷണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മറുപടി വ്യക്തമാക്കണം. അതിന്റെ ഉത്തരവിന്റെ പകർപ്പ് നിലവിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഈ ഉപഹർജിയിലെ ആവശ്യങ്ങൾ എത്രത്തോളം നിലനിൽക്കുന്നതാണ് എന്ന കാര്യം ഹൈക്കോടതി പരിഗണിക്കുകയുള്ളൂ. രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.